തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ തിരിച്ചടിയേക്കാൾ CPM-നെ ഇപ്പോൾ വട്ടം കറക്കുന്നത് CPI ഉയർത്തുന്ന ചോദ്യങ്ങളാണ്. മുൻപ് തന്നെ സംസ്ഥാനത്തെ പ്രതിപക്ഷത്തെക്കാൾ അതിശക്തമായി ഇടതുമുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായ CPI പല ചോദ്യങ്ങളും CPM-നോട് ചോദിച്ച് രംഗത്ത് വന്നിരുന്നു. മുഖ്യമന്ത്രിക്ക് നേരെയും ആഭ്യന്തര വകുപ്പിന് നേരെയും CPM-ന്റെ മന്ത്രിമാർക്ക് നേരെയും ഒക്കെ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് CPI പലപ്പോഴും രംഗത്ത് വന്നത്. ഇപ്പോൾ ഇതാ പുതിയ ചോദ്യങ്ങൾ. തദ്ദേശ തിരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് CPM വസ്തുതകൾ മറച്ചു വയ്ക്കുന്നുവെന്ന് CPI. ശബരിമല സ്വർണ്ണക്കൊള്ള തോൽവിക്ക് കാരണമായെന്നും CPI എക്സിക്യൂട്ടീവ് യോഗത്തിൽ അഭിപ്രായമുണ്ടായി. ഇക്കാര്യത്തിൽ കൃത്യമായ വിലയിരുത്തൽ വേണമെന്നും പാർട്ടി വിലയിരുത്തി. ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. പത്മകുമാറിനെ CPM സംരക്ഷിച്ചത് തിരിച്ചടിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയിട്ട് പോലും കോൺഗ്രസ് നടപടിയെടുത്തു. എന്നാൽ CPM ന്യായീകരണങ്ങൾ നിരത്തി പത്മകുമാറിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചുവെന്നും CPI എക്സിക്യൂട്ടീവിൽ വിമർശനമുണ്ടായി. അമിത ആത്മവിശ്വാസം, സംഘടനാ ദൗർബല്യം, പ്രാദേശിക വീഴ്ച തുടങ്ങിയ കാരണങ്ങളാണ് അപ്രതീക്ഷിത തോൽവിക്ക് കാരണമായതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. തിരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഗോവിന്ദൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ശബരിമല വിഷയത്തിൽ UDF-ഉം BJP-യും വലിയ പ്രചാരവേല നടത്തിയെങ്കിലും ഉദ്ദേശിച്ച ഫലം അവർക്ക് ലഭിച്ചില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു.